നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇത് അവിട്ടം നക്ഷത്രക്കാരിൽ സംഗീതം തൊഴിലാക്കിയവർക്ക് ഈ വർഷം ധാരാളം അവസരങ്ങൾ കിട്ടും. അതുമൂലം ധാരാളം പണവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നർത്തകർക്കും ധാരാളം സ്റ്റേജ് ഷോകൾ കിട്ടും. സിനിമയിലും അതുപോലെ അവർക്ക് അവസരങ്ങൾ ധാരാളം കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. വ്യവസായം നടത്തുന്നവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഇനി സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതിനും അതുമൂലം ധാരാളം ധനം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. രത്നക്കല്ലുകളൊക്കെ വ്യാപാരം ചെയ്യുന്ന ആൾക്കാർക്കും അതൊരു നല്ല സമയമാണ്. അവർക്കും ധാരാളം ബിസിനസ്സുകൾ നടക്കേണ്ട സാധ്യത കാണുന്നു. സാമ്പത്തിക കൺസൾട്ടൻസ് നടത്തുന്നവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ധാരാളമായിട്ട് കമ്മീഷൻ അവർക്ക് കിട്ടും. പൊതുപ്രവർത്തകർക്ക് ധാരാളം ഫണ്ട് സ്വരൂപിക്കാനാകും. അവർ വിചാരിച്ചതിൽ കൂടുതൽ ഫണ്ട് പൊതുപ്രവർത്തകർക്ക് സ്വരൂപിക്കുവാൻ സാധിക്കും. പൂന്തോട്ടം നിർമ്മിച്ച് നൽകുന്ന ആൾക്കാർക്ക് അവർക്ക് ധാരാളം വർക്കുകൾ അവർക്ക് കിട്ടേണ്ട സാധ്യത കാണുന്നു. നാൽക്കാലികളെ വളർത്തി അതിൽ നിന്ന് ആദായം ലഭിക്കുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുകയും അതുമൂലം നിങ്ങൾക്ക് കച്ചവടത്തിൽ ധാരാളം ലാഭമുണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നു. പാൽ കച്ചവടം നടത്തുന്നവർക്ക്, അതായത് ക്ഷീര കർഷകർക്ക് ധാരാളം ലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സ്വകാര്യ പണമിടപാട് നടത്തുന്ന ആൾക്കാർക്ക്, ബാങ്കറായിട്ട് അങ്ങനെയൊക്കെ പണമിടപാട് നടത്തുന്ന ആൾക്കാർക്ക് കൂടുതൽ ലാഭവും ബിസിനസ്സൊക്കെ നടക്കാം. നിർമ്മാണത്തിലിരിക്കുന്ന വീട് പണി പൂർത്തീകരിച്ച് പാല് കാച്ച് താമസം തുടങ്ങുന്നതിനും യോഗം കാണുന്നു. സ്ഥലം സംബന്ധിച്ച് കേസ് നടക്കുന്നവർക്ക് ഈ കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി വിധി വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ, പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഈ അവിട്ടം നക്ഷത്രത്തിൽ ചിലർക്ക് കാണുന്നു. ചിലർക്ക് കോൺട്രാക്റ്റ് ബേസിൽ ഡെയിലി വേജസ് ആയിട്ടും സർക്കാരിൽ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഉയർന്ന സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉയർന്ന ജോലികളൊക്കെ കിട്ടും. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് അങ്ങനെയൊക്കെയുള്ള നിയമനത്തിനുള്ള ജോലി അവർക്ക് ലഭിക്കുന്നതാണ്. ബന്ധുക്കളുടെ സഹായവും ലഭിക്കും. ബുദ്ധി സാമർഥ്യം വേണ്ടിടത്ത് പ്രയോഗിക്കുക വഴി ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുകയും സാധ്യതയുണ്ട്. വിവാഹം നടക്കാതെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പല സുഗന്ധദ്രവ്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ പല ശുഭകർമ്മങ്ങളും നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ പരീക്ഷ നല്ല രീതിയിൽ എഴുതുന്നതിനും അതുമൂലം അതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റുകളിൽ കടന്നുകൂടാൻ എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നു. കഠിനമായി അധ്വാനിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട്ടമ്മമാർക്ക് ചെറുകിട ബിസിനസ്സുകൾ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നു. അതിന് അവർ അച്ചാർ കമ്പനി, മറ്റുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് നിർമ്മിച്ചാൽ വളരെയധികം ലാഭം കിട്ടുന്നൊരു സമയമാണിത്. വീട്ടിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനും സംഗീതം മുതലായവ പഠിപ്പിക്കുന്നതിനും ഒരു ക്ലാസ് തുടങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് എന്നിവ അറിയാവുന്ന വീട്ടമ്മമാർ അതുവഴി വൃക്ഷത്തൈകൾ ബഡ് ചെയ്യാനൊക്കെ ചെയ്യുന്ന അവർക്കും നല്ല ലാഭം ഉണ്ടാക്കേണ്ട സാധ്യത കാണുന്നു. മുയൽ വളർത്തി കൃഷി മുയൽ വളർത്തി അതിൽ നിന്ന് ലാഭം കിട്ടുവാൻ സാധിക്കുന്നു. നായ്ക്കുട്ടികളുടെ വിൽപ്പനയും നല്ലതാകുന്നു. ധാരാളം പറമ്പുള്ളവർക്ക് ആട് വളർത്തലും വളരെ ഗുണകരമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം പശു വളർത്തലും പാൽ വിതരണവും നല്ലതാകുന്നു. അതും അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നു. ദോശ, ഇഡ്ഡലി, മാവ് കച്ചവടവും നല്ലതാകുന്നു. സ്വന്തമായി മാവ് ആട്ടി വിറ്റ് കഴിഞ്ഞാൽ അതും ലാഭം വളരെയധികം കിട്ടുന്ന ഒരു സമയമാണ്. നല്ല ലാഭം കിട്ടും. നിങ്ങൾ മനസ്സിരുത്തി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ നടക്കുന്നവർ അവസരം തേടി നടക്കുന്നു. അതിനാൽ അവരുടെ കെണികളിൽ വീഴാതെ ശ്രദ്ധിക്കുക. വീണാൽ മാനഭംഗം എല്ലാം വരാനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധിക്കുക. രക്തത്തിൽ മോശമായ അണുക്കൾ കൂടുതലാണെങ്കിൽ ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. തീപിടുത്തം വരാതെ ശ്രദ്ധിക്കുക. വീട്, ഓഫീസ്, വാഹനം ഇവ പ്രത്യേകം തീപിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഭയം മൂലം പല നല്ല സാഹചര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അകാരണമായ ഭയം ഉപേക്ഷിക്കുക. ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും മാനഹാനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനഹാനി, ആത്മഹത്യാശ്രമം, ചതി, വഞ്ചന, ബ്ലാക്ക്മെയിൽ എന്നിവ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുക, പണം വാങ്ങിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾ അതിലൊന്നും പെടാണ്ട് ശ്രദ്ധിക്കുക.
ധനനാശം വരാം. സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള ലോകങ്ങളും നഷ്ടമാകാനുള്ള സാധ്യത കാണുന്നു, ശ്രദ്ധിക്കുക. വിഷജന്തുക്കളിൽ നിന്ന് കടിയേൽക്കാനുള്ള സാധ്യതയും വിഷവസ്തുക്കളിൽ നിന്ന് വിഷബാധയേൽക്കാനുള്ള സാധ്യതയും കാണുന്നു, ശ്രദ്ധിക്കുക. പുത്രന് രോഗം വരാനുള്ള സാധ്യത കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടാകാം. അതിൽ നിങ്ങൾ തർപ്പണം ചെയ്യേണ്ടതായിട്ടും തർപ്പണാദി ചടങ്ങുകൾ, മരണാന്തര ചടങ്ങുകൾ ചെയ്യാനും സാധ്യത കാണുന്നു. ചില മരുന്നുകളും ചില മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ നിമിത്തം നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമൂലം അലർജിയും പുണ്ണും മറ്റുള്ളതും ശരീരത്തിൽ വരുവാനുള്ള സാധ്യത കാണുന്നു. അതേ തുടർന്ന് ദീർഘകാലം നിങ്ങൾ ചികിത്സിക്കുവാനുള്ള സാധ്യതയും കാണുന്നു, ശ്രദ്ധിക്കുക. വീടും സ്ഥലവും മറ്റും വാങ്ങുന്നവർ അതിൻ്റെ പ്രമാണങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. എന്ത് കാര്യവും വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക. ഞാൻ മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ച ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കാനുള്ള യോഗവും നിങ്ങൾക്ക് ഈ വർഷം കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ ആകാശത്തെ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും ആകാശത്തിൽ നോക്കി ഒന്ന് വന്ദിക്കുക. ആ ഭൂതത്തിനെ, നിങ്ങളുടെ പക്ഷിയായ മയിലിനെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ മൃഗമായ അത് പെൺസിംഹമെന്നും സിംഹമെന്നും നല്ലാളെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വൃക്ഷമായ വഗ്നി എന്ന വൃക്ഷത്തെ നിങ്ങൾ വന്ദിക്കുക, പൂജിക്കുക. അതൊക്കെ വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. ഇനി അവിട്ട നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവമായ ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നിങ്ങൾ ആരാധിക്കുക. അതുവഴി നിങ്ങൾക്ക് ദോഷങ്ങൾ വരാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അവിട്ട നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസവും വരുന്ന ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ദർശനം നടത്തുക. ശ്രീ ഹനുമാൻ സ്വാമിയുടെ അമ്പലങ്ങളും ഒക്കെ ദർശിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ആ ഭജന പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും, പാരായണം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ മുഴുവനോളം സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനോ അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.